നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. BJP അധികാരത്തിൽ വന്നത് മതനിരപേക്ഷതയ്ക്ക് ആപത്താണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ദക്ഷിണാമൂർത്തി. അഖില കേരള പാരമ്പര്യ വൈദ്യ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ. ഫോക്ക് ആർട്ട് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നേതൃസംഗമം നളന്ദ ഓഡിറ്റോറിയത്തിൽ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. BJP അധികാരത്തിൽ വന്നത് മതനിരപേക്ഷതയ്ക്ക് ആപത്താണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ദക്ഷിണാമൂർത്തി പറഞ്ഞു. കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന K. ചാത്തുണ്ണി മാസ്റ്റർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. K. ചാത്തുണ്ണി മാസ്റ്ററുടെ 24ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ചാത്തുണ്ണി മാസ്റ്റർ അനുസ്മരണവും സിംബോസിയവും സംഘടിപ്പിച്ചത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ VV ദക്ഷിണാമൂർത്തി സംസാരിച്ചു. BJP അധികാരത്തിൽ വന്നത് രാജ്യത്തിന്റെ നിരപേക്ഷതയ്ക്ക് ആപത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഇടതുപക്ഷത്തോടൊപ്പമാണെങ്കിൽ വലതുപക്ഷക്കാർക്ക് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് പ്രചാരങ്ങൾ ആരംഭിക്കാം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് എന്തെല്ലാം പ്രചാരങ്ങളാണോ? മോദിയെ പ്രധാനമന്ത്രിയെ നിർത്തിക്കൊള്ളുന്നതാണ്. മോദി പ്രഖ്യാപിച്ചു, പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ചു. പക്ഷെ ആദ്യം മുതൽ അവസാനം വരെയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി വംശഹത്യ എന്നൊരു വിഷയമേ. CMP സംസ്ഥാന ആക്ഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി KR അരവിന്ദാക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. CMP സംസ്ഥാന കൌൺസിൽ അംഗം സക്കീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ഏരിയ സെക്രട്ടറി TP ശശിധരൻ, ചൂര്യായി ചന്ദ്രൻ മാസ്റ്റർ, TV ബാലൻ, കൂടത്താങ്കണ്ടി സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. അഖില കേരള പാരമ്പര്യ വൈദ്യ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സെമിനാറും കർക്കിടക കഞ്ഞി കിറ്റ് വിതരണ ഉദ്ഘാടനവും നടന്നു. PT റഹീം MLA ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അഖില കേരള പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രോഗപ്രതിരോധം പാരമ്പര്യ വൈദ്യ ആയുർവേദ ശാസ്ത്രത്തിലൂടെ എന്ന വിഷയത്തിൽ സെമിനാറും കർക്കിടക കഞ്ഞി കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനവും നടത്തിയത്. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി PT റഹീം MLA ഉദ്ഘാടനം ചെയ്തു. കച്ചവടവൽക്കരിക്കപ്പെട്ടതിന്റെ എല്ലാ ദൂഷ്യഫലങ്ങളും വൈദ്യശാസ്ത്ര രംഗത്തുമുണ്ടെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മനുഷ്യ ബന്ധങ്ങൾക്ക് വിലയില്ലാതായി, മനുഷ്യ ജീവന് വിലയില്ലാതായി, പ്രൊഫഷണൽ രംഗത്തല്ല വൈദ്യശാസ്ത്ര രംഗത്ത് നമ്മൾ വെച്ചു പുലർത്തേണ്ട ഒരു മാനദണ്ഡവും ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിന്റെ വ്യക്തഫലം തന്നെയാണ് പാരമ്പര്യ വൈദ്യന്മാരെ ഇതിനായിട്ട് കേസ് കൊടുക്കുകയാണ്. അപ്പൊ പാരമ്പര്യ വൈദ്യന്മാരുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതിന്റെ ഒരുപാട് ഗുണഫലങ്ങൾ എല്ലാ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മുസായി പറഞ്ഞതുപോലെ ചില പാരമ്പര്യ വൈദ്യന്മാരുടെ അടുത്ത് നിരവധിയായ ആളുകൾ വന്ന് അവരുടെ ചികിത്സ തേടി സുഖമായി പോകുന്നു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് E. ലോഹിതാക്ഷൻ വൈദ്യർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി A. മൂസ ഹാജി, അഡ്വക്കേറ്റ് M. രാജൻ, KV ഷാജി വൈദ്യർ, KJ മത്തായി, MK രാജഗോപാൽ, PC ഗോപിനാഥ്, സെയ്തുട്ടി വൈദ്യർ, അബ്ദുറഹിമാൻ വൈദ്യർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഫോക്ക് ആർട്ട് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നേതൃസംഗമം സംഘടിപ്പിച്ചു. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലാണ് സംഗമം നടന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോർ വിഭാഗം മേധാവി K. ഗോവിന്ദവർമ്മ രാജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫോക്ക് ആർട്ട് റിസർച്ച് സെന്ററിന്റെ നേതൃസംഗമമാണ് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോക്ലോർ വിഭാഗം മേധാവി E. K. ഗോവിന്ദവർമ്മ രാജ സംഗമം ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിജ്ഞാനങ്ങളുടെയും മാതാവാണ് നാടൻ വിജ്ഞാനമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇവരൊക്കെ തന്നെയും അർപ്പണബോധത്തോടുകൂടി സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് പോലും ഒരുപാട് പരിപാടി നടത്തിയിട്ടുണ്ട്. കാരണം ഒരുപാട് പരിപാടി ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. അത് മറ്റൊന്നും കൊണ്ടല്ല, അതിനറിയാം ആരുടെ ദാരിദ്ര്യവും വിഷമൊക്കെ അതിൻ്റെ അവിടെ പോയിട്ട്. പക്ഷെ എന്നാലും ഇത്രയും സജീവം നിൽക്കുക എന്നുള്ളതാണ്.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് എവിടെയായാലും ഏത് അറിവിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്, ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ വിജ്ഞാനത്തിൻ്റെയും എല്ലാ അറിവിൻ്റെയും അമ്മയാണ് നാടൻ വിജ്ഞാനി. പരിപാടിയിൽ മുണ്ടിയാടി ദാമോദരനെ ആദരിച്ചു. SC ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ KJ മൈക്കൽ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. ഫാർക്ക് ചെയർമാൻ ചേളന്നൂർ പ്രേമൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജയകൃഷ്ണൻ വേങ്ങേരി, PV മിനി, കൃഷ്ണദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഔട്ട്ഡോർ അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള ബാലചിത്ര രചനാ മത്സരം സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി ചിത്രകാരി കവിത മുഖർജി ഉദ്ഘാടനം ചെയ്തു. ഔട്ട്ഡോർ അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിലാണ് അഖില കേരള ബാലചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. ടൗൺ ഹാളിൽ നടന്ന ചിത്രരചനാ മത്സരത്തിന്റെ ഉദ്ഘാടനം ചിത്രകാരി കവിത മുഖർജി നിർവഹിച്ചു. മുരളി ബേപ്പൂർ അധ്യക്ഷത വഹിച്ചു. KT ദിനേശൻ, അബ്ദുൽ നാസർ, TK സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. 3 വയസ്സ് മുതൽ 18 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികൾക്കായി 5 സെഷനുകളിലായിരുന്നു മത്സരം. 500ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. തളി ബ്രാഹ്മണ സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ ആവണി അവിട്ടം ആഘോഷിച്ചു. NK വെങ്കിടാചല വാദ്യാർ ചടങ്ങിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തളി ബ്രാഹ്മണ സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ബ്രാഹ്മണ സമുദായാംഗങ്ങൾ ആവണി അവിട്ടവും ഋഗ് യജുർ ഉപാകർമ്മവും ആഘോഷിച്ചത്. ചടങ്ങിനോടനുബന്ധിച്ച് യജ്ഞോപവീതധാരണവും വേദഋഷി തർപ്പണവും വേദാരംഭവും എന്നിവയും നടന്നു. NK വെങ്കിടാചല വാദ്യാർ, രഘു വാദ്യാർ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ബ്രാഹ്മണ സമൂഹം പ്രസിഡന്റ് R രാജഗോപാലകൃഷ്ണൻ, സെക്രട്ടറി MJ അനന്തനാരായണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കുറ്റ്യാടിയിൽ പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു. പഞ്ചായത്ത് അംഗം VS ബിനോയ് കുമാർ പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനമായ കൂത്താളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പതാക ഉയർത്തി. കൂത്താളി പഞ്ചായത്ത് മെമ്പർ VS ബിനോയ് കുമാർ പതാക ഉയർത്തി. KO രാജേഷ്, സജിൻ കൂത്താളി, ഷനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഖത്തറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മരുതോങ്കരയിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ മാസ് ഖത്തറിന്റെ 10ാം വാർഷിക ആഘോഷവും സുവനീർ പ്രകാശനവും ഈ മാസം 12-ന് മുള്ളൻകുന്ന് സെന്റ് മേരീസ് പാരി ഹാളിൽ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മരുതോങ്കര പ്രവാസികളുടെ കൂട്ടായ്മയായ മാസ് ഖത്തറിന്റെ 10ാം വാർഷികവും സുവനീർ പ്രകാശനവും ഈ വരുന്ന ഓഗസ്റ്റ് 12 ചൊവ്വാഴ്ച മുള്ളൻകുന്ന് സെന്റ് മേരീസ് പാരീസ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുറ്റ്യാടി പ്രസ് ക്ലബ്ബിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KP നൂറുദ്ദീൻ, ജെയിംസ് മരുതോങ്കര, K സുജിത്, അഡ്വക്കേറ്റ് ജമാൽ, AK അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ഖത്തറിലെ കൂട്ടായ്മയാണ് ഇതിന് നേതൃത്വം നൽകുകയും അതിനുവേണ്ട ലക്ഷക്കണക്കായ രൂപ അന്ന് തന്നെ സഹായധനം നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു സംഘടനയുടെ ഉദ്ഭവം അവിടെ കുറിക്കുകയും ചെയ്തത്. അതിനുശേഷം ഇന്ന് വരെയുള്ള എല്ലാ വർഷങ്ങളിലും മരുതോങ്കര പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും ദരിദ്രരായ കുട്ടികൾക്ക് എല്ലാ രൂപത്തിലുമുള്ള പഠന സഹായങ്ങൾ, യൂണിഫോം, പുസ്തകം, വസ്ത്രം എന്നിവ നൽകി വരുന്നു. AYFന്റെ സമര പ്രചരണ ജാഥ കുറ്റ്യാടിയിൽ സമാപിച്ചു. AYF ദേശീയ സെക്രട്ടറി P സന്തോഷ് കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രങ്ങളിൽ നടത്തുന്ന സമരസംഗമത്തിന്റെ പ്രചാരണാർത്ഥമാണ് ഓഗസ്റ്റ് 2 ഈങ്ങാമ്പുഴയിൽ നിന്ന് ആരംഭിച്ച ജാഥ കുറ്റ്യാടിയിൽ സമാപിച്ചത്. AIYF ദേശീയ സെക്രട്ടറി P സന്തോഷ് കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി T സുരേഷ് അധ്യക്ഷത വഹിച്ചു. P ഗവാസ്, ഡയറക്ടർ അജയ് അവള, C ബിജു എന്നിവർ സംസാരിച്ചു. CMP കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാത്തുണ്ണി മാസ്റ്റർ അനുസ്മരണവും സിംബോസിയവും സംഘടിപ്പിച്ചു. CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. CMP കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് K ചാത്തുണ്ണി മാസ്റ്റർ അനുസ്മരണവും മതേതര ഇന്ത്യ പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എന്ന വിഷയത്തിൽ സിംബോസിയവും സംഘടിപ്പിച്ചത്. കേശവ മേനോൻ ഹാളിൽ നടന്ന പരിപാടിയിൽ CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. CMP ജില്ലാ സെക്രട്ടറി CN വിജയകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. G നാരായണൻകുട്ടി, TP ജയചന്ദ്രൻ, അഷ്റഫ് മണക്കടവ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചാത്തുണ്ണി മാസ്റ്ററാണ് CMPയെ UDFൽ അടുപ്പിക്കാൻ വേണ്ടി വളരെ ശ്രമിച്ചതെന്ന്, അല്ലെങ്കിൽ UDFുമായിട്ടുള്ള ബന്ധം, കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയത് തന്നെ ചാത്തുണ്ണി മാസ്റ്ററാണ് എന്ന് എന്നോട് MPRും അതുപോലെ തന്നെ CP ജോണൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ CMP മറ്റ് വിഘടിച്ച ഏകദേശം നമ്മുടെ തൃശ്ശൂരിനപ്പുറത്തുള്ള തളിക്കുളങ്ങര പഞ്ചായത്ത്, അവിടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് ആ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്നു. അതുപോലെ ആകുമായിരുന്നു CMP എന്ന് പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട്. വളയനാട് ദേവസ്വത്തിന്റെയും വളയനാട് ഭക്തജന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രാമായണ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചു. വളയനാട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ P ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
വളയനാട് ഭക്തജന സമിതിയുടെയും വളയനാട് ദേവസ്വത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് രാമായണ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചത്. വളയനാട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഹരിദാസ് പി മത്സരം ഉദ്ഘാടനം ചെയ്തു. ശ്രീദേവി കല്യാണ മണ്ഡപത്തിൽ നടന്ന മത്സരത്തിൽ 100ഓളം പേർ പങ്കെടുത്തു. ഓഗസ്റ്റ് 31 വിജയികളെ പ്രഖ്യാപിച്ച് സമ്മാന വിതരണം നടത്തുമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു. മൈലാമ്പാടി പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാവുകയാണ്. നിരവധി പേരാണ് ദിവസേന ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം വെള്ളം കെട്ടി നിൽക്കാൻ കാരണമാകുമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഗോവിന്ദപുരം മൈലാമ്പാടി ജംഗ്ഷനിലാണ് മഴക്കാലത്തിനൽപ്പം ശമനമുണ്ടായിട്ടും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. എന്നാൽ മഴ പെയ്താൽ മുട്ടറ്റം വെള്ളവും. വർഷങ്ങളായി ഈ പ്രദേശത്തുകാർ ഈ ദുരിതം പേറുന്നത്. എന്നാൽ മൈലാമ്പാടി റോഡ് ഉയർത്തിയപ്പോൾ ഇതിനൊരു പരിഹാരം കാണുമെന്ന് കരുതിയ നാട്ടുകാർക്ക് വീണ്ടും ഇരുട്ടടി പോലെ പണികിട്ടി. ജംഗ്ഷനിലെ റോഡ് മാത്രം ഉയർത്തിയത് മറ്റു ഇരുകരകളിലെ റോഡുകളും പൂർണ്ണമായും താഴുകയും ചെയ്തു. ഇതോടുകൂടി ഇവിടം പൂർണ്ണമായി വെള്ളത്തിനടിയിലായി. വർഷാവർഷം ഡ്രൈനേജ് ക്ലീനിംഗ് പ്രവൃത്തി നടക്കാത്ത പ്രശ്നം ഇവിടെയും നിലനിൽക്കുന്നുണ്ട്. ഡ്രൈനേജുകൾ പൂർണ്ണമായും പൂഴിയും മണലും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. റോഡ് ഉയർത്തിയതിനനുസരിച്ച് സമീപത്തെ ഇരു റോഡുകളും ഉയർത്താത്തതാണ് നിലവിലെ പ്രശ്നം. ഞങ്ങളിത് വർഷങ്ങളോളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണിത്. എത്രയോ പ്രാവശ്യം അധികൃതർക്കൊക്കെ നിവേദനങ്ങളും അതുപോലെ ചെറിയ സമര പരിപാടിയൊക്കെ നടത്തിയതിന്റെ ശേഷമാണ് ഈ ചെറിയ തോതിൽ വ്യത്യാസമാണ്. പക്ഷെ ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ ഇപ്പം മുട്ടനട്ടം വെള്ളമാണ്. ഒരാൾ ഇങ്ങോട്ട് ഒരു വണ്ടിയോ വേറെ ഒന്നും പോകാനുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരം നിലനിൽക്ക് അധികൃതർ എന്തായാലും ചെയ്യണം. പിന്നെ ITIന്റെ അവിടുന്ന് വരുന്ന ഇതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ITIന്റെ അവിടുന്ന് വരുന്നുള്ള വെള്ളം നേരിട്ട് കൊണ്ടുപോകാതെ ഒരു പരിധി കഴിഞ്ഞ് ഇതിനെ താഴത്തേക്ക് തുറന്നു കൊടുത്താണ് ഭയങ്കര പ്രശ്നമായത്. അന്ന് ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഈ റോഡിന്റെ ഉപജാലിന് താങ്ങാൻ കഴിയാത്ത അത്രയും വെള്ളമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഒരു ആക്സിഡന്റ് ആയത് ആ സ്ത്രീ വണ്ടീനെ മുകളിൽ നിന്ന് ഒരു വെട്ടിച്ചാടി തെറിച്ച് വീണ് ഇപ്പോൾ മിംസ് ഹോസ്പിറ്റലിലുള്ളത്. അപ്പം അവർ നല്ലൊരു സംഖ്യ വേണമെന്നപ്പം കേട്ടത്. അതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ലേശം ഈ റോഡൊക്കെ ഇവിടെ പൊക്കിയിട്ട് ആ ഡ്രെയിനേജൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ചെയ്യേണ്ടത്. എത്രയോ പ്രാവശ്യം ഇപ്പോൾ ഈ അപ്പുറത്തെ റോഡ് MLA റോഡ് എത്രയോ പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് പൊന്തിച്ചതാണ്. ഇനി പൊന്താൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണണം. ഒരു ആംബുലൻസ് വിളിച്ചാൽ, ഒരു ടാക്സി വിളിച്ചാലൊന്നും ഈ പ്രദേശത്തേക്ക് വരുന്നില്ല. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഈ പ്രദേശത്തേക്ക് വരുന്നില്ല എത്രയോ കാലമായിട്ട്. എന്നാൽ റോഡും തോടും തിരിച്ചറിയാൻ സാധിക്കാത്തതിനാൽ ഇവിടെ അപകടം സംഭവിക്കുന്നത് നിത്യസംഭവമാണ്. രാത്രി കാലങ്ങളിലാണ് കൂടുതലായും അപകടങ്ങൾ സംഭവിക്കാറ്. ഇതിനെ തുടർന്ന് മൈലാമ്പാടി പ്രതീക്ഷ സ്വാശ്രയ സംഘം പ്രസിഡന്റ് സുരേഷ് നാരങ്ങാളിയുടെയും ശശി നച്ചാട്ടിന്റെയും നേതൃത്വത്തിൽ ഓവുചാൽ വൃത്തിയാക്കി. നിരവധി തവണ അധികാരികൾക്ക് പരാതി സമർപ്പിച്ചെങ്കിലും പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച വിവിധ സമര പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് നാട്ടുകാരും സന്നദ്ധ സംഘടനകളും. വെള്ളിപ്പറമ്പ് ശ്രീനാരായണ കുടുംബസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവും ഗുരുമന്ദിർ ഉദ്ഘാടനവും നടന്നു. നാഥ് കൺസ്ട്രക്ഷൻ മാനേജിംഗ് പാർട്ണർ രജീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളിപ്പറമ്പ് ശ്രീനാരായണ കുടുംബസമിതിയുടെ നേതൃത്വത്തിലാണ് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവും ഗുരുമന്ദിര ബിൽഡിംഗ് ഉദ്ഘാടനവും ലൈബ്രറി കെട്ടിട ഉദ്ഘാടനവും നാഥ് കൺസ്ട്രക്ഷൻ മാനേജിംഗ് പാർട്ണർ വി രജിനാഥ് നിർവഹിച്ചത്. ഗുരുമന്ദിരത്തോട് ചേർന്ന് 6 മുറികളും ഒരു ഓഡിറ്റോറിയവും ലൈബ്രറിയും അടങ്ങുന്നതാണ് കെട്ടിടം. ചടങ്ങിൽ നിരവധി പേരെ ആദരിച്ചു. കുടുംബസമിതി പ്രസിഡന്റ് അശോകൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ സി മാധവ്ദാസ്, അഡ്വക്കേറ്റ് ജയകുമാർ, രാധാകൃഷ്ണൻ, ഗണേശൻ KM, ഉണ്ണികൃഷ്ണൻ, അർജുനൻ, ബാലകൃഷ്ണൻ, ഷൈൻ, കൃഷ്ണദാസ്, ഗൗരി ടീച്ചർ, സി മാധവ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. BJP അധികാരത്തിൽ വന്നത് മതനിരപേക്ഷതയ്ക്ക് ആപത്താണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ദക്ഷിണാമൂർത്തി. അഖില കേരള പാരമ്പര്യ വൈദ്യ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ. ഫോക്ക് ആർട്ട് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നേതൃസംഗമം നളന്ദ ഓഡിറ്റോറിയത്തിൽ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.